അപ്പോൾ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ +1 വീഡിയോസിലെ എന്താ പറയുക സെറ്റ് പഠിച്ചു അല്ലേ? ഓക്കെ ആണല്ലോ, സെറ്റ് ക്ലിയർ ആയി വിചാരിക്കുന്നു. സെറ്റിൽ നമുക്ക് സെറ്റും റിലേഷൻ ഫംഗ്ഷൻ ഈ ആദ്യത്തെ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺഫിഡൻസ് കിട്ടും. അത് വലിയ കുഴപ്പമില്ലാതെ പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതായത് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പണ്ട് 2 3 മാർക്ക് ചോദിച്ചിരുന്നു, പക്ഷേ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ വന്നുള്ളൂ. പിന്നെ ഒരു 2 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ ഏകദേശം 8 3 10 11 മാർക്കേ ഉള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ മുമ്പത്തെ വർഷം 2 3 മാർക്കിൻ്റെ ക്വസ്റ്റനും 2 4 മാർക്കും കിട്ടിയിരുന്നു ഈ ഒരു യൂണിറ്റിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് ഒരു 3 മാർക്കും 2 4 മാർക്കുമാണ് ചോദിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഒന്ന് നന്നായി പഠിക്കുക, വളരെ എളുപ്പമാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. ഇത് പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ പ്രോബബിലിറ്റിയും ഇത്രയും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി. കേട്ടല്ലോ? അത് മാത്രം നോക്കി പോരുതേ, ബാക്കിയുള്ളത് കൂടി നോക്കണം. മനസ്സിലായല്ലോ? ബാക്കിയുള്ള സെക്ഷനെ കൂടി നോക്കിയാൽ +1 ഒരു 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ +2 കുറിച്ച് പേടിക്കണ്ട. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയെങ്കിലും +1 മിനിമം 40 മേടിക്കണേ, അതിൽ കൂടുതലേ കിട്ടാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക കേട്ടോ. തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ശേഷം അത് രണ്ടും കൂടി എന്താ പറയുക കമ്പൈൻ ചെയ്തിട്ടാണ് എക്സാം ചോദിക്കുക. സെറ്റിലെ ക്വസ്റ്റനും അതുപോലെ റിലേഷൻ ഫംഗ്ഷനും കൂടി മിക്സ് ആയിട്ടായിരിക്കും ചോദിക്കുക കേട്ടോ. ഓക്കെ, അല്ലാണ്ട് സെറ്റിൽ ഒറ്റ ക്വസ്റ്റൻ ആയിരിക്കില്ല, രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ, മറ്റേ അങ്ങനെയുള്ള ക്വസ്റ്റനാണ് ചോദിക്കാറ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ ഒരു ടോപ്പിക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. കഴിഞ്ഞ സെറ്റിലെ പ്രോബ്ലത്തിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. അതായത് എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ A × B, A എന്ന് പറഞ്ഞ സെറ്റുണ്ട്, B എന്ന് പറഞ്ഞ സെറ്റുണ്ട്. ആ 2 സെറ്റുകൾ തമ്മിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ XYകളാണ്. കുറേ ഓർഡേഡ് പെയേഴ്സിൻ്റെ ഒരു കൂട്ടമാണ് എന്ത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഓർഡേഡ് പെയറിൻ്റെ പ്രത്യേകത ഉണ്ട്. ആദ്യത്തെ എലമെൻറ്റ് എന്തായിരിക്കണം? ഏഴ് എലമെൻ്റ് ആയിരിക്കണം. ആദ്യത്തെ എലമെൻറ്റ് 7 എലമെൻ്റ് ആയിരിക്കണം. ആൻഡ് രണ്ടാമത്തെ എലമെൻറ്റ് ബിയിലുള്ള ആൾക്കാരായിരിക്കണം. ഇതിനെ പറയുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. A എന്നുള്ള സെറ്റ് 1 2, B എന്നുള്ള സെറ്റ് 3 4 5. അങ്ങനെയാണെങ്കിൽ A × B എന്ന് പറഞ്ഞാൽ എന്താ വരിക? എയും ബിയും തമ്മിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുക എന്നാണ് മീനിങ്. അതെന്ന് പറയുന്നത് നോക്കുക, എയിൽ 1 2 എലമെൻ്റ് ഉണ്ട്, ക്രോസ് 3 4 5. എയും ബിയും തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതുന്നത് നല്ലതായിരിക്കും, വളരെ എളുപ്പമാണ്. എയിൽ നിന്ന് ബിയിലേക്ക് കുറേ ഓർഡേഡ് പെയേഴ്സ് ഉണ്ടാക്കുക, അതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അതായത് എയിലുള്ള ഫസ്റ്റ് എലമെൻ്റ് ആരാണ്? 1 അല്ലേ? 1ഉം 3ഉം തമ്മിലൊരു പെയർ കണ്ടോ. 1ഉം അടുത്ത എലമെൻ്റ് എത്രയാണ്? 4ഉം തമ്മിലൊരു പെയർ. 1ഉം 5ഉം തമ്മിൽ പെയർ കഴിഞ്ഞില്ലേ? അപ്പോൾ 1ഉം 8ഉള്ള പെയർ കഴിഞ്ഞു. ഇനി അടുത്ത എലമെൻറ്റ്, രണ്ടാമത്തെ എലമെൻറ്റ് എന്താ? 2 3, ഓക്കെ, 2 4, പിന്നെയോ 2 5. ഇതിനെ പറയുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന്. A × B കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് ഓരോ പെയർ ഉണ്ടാക്കുക. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പഠിച്ചാലേ നമുക്ക് റിലേഷൻ എന്താണെന്ന് കിട്ടുള്ളൂ. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത്? ഇതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് പ്രോപ്പർട്ടീസ് വരുന്ന ആൾക്കാരിനെ പറയുന്ന പേരാണ് എന്ത്? റിലേഷൻ എന്ന്. അത് നമുക്ക് പഠിക്കാം, മനസ്സിലായോ? ദെൻ റിലേഷൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് അത് ഫംഗ്ഷനായി മാറും. അപ്പോൾ ഈ 3 ഫംഗ്ഷനും ഈ 3 ടോപ്പിക്കും കണക്റ്റഡ് ആണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഉള്ളിലത്തെ ഒരു സബ്സെറ്റാണ് റിലേഷൻ. അത് ആ റിലേഷന് ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് അതെന്തായി മാറും? ഫംഗ്ഷനായി മാറും. അപ്പോൾ 3ഉം കണക്റ്റഡ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എത്ര എലമെൻ്റ് ഉണ്ടാകും? 6 എണ്ണം വന്നില്ലേ അല്ലേ? അതായത് A എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെൻ്റ് ഉണ്ടായിരുന്നു, B എന്നുള്ള സെറ്റിലോ 3 എലമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ A × Bയിൽ എത്ര എലമെൻ്റ് വന്നു? 2 × 3 6 എലമെൻറ്റ്സ് വന്നു കേട്ടോ. A × Bയിൽ 6 എലമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അതൊരു റിസൾട്ടായിട്ട് പഠിക്കുക. എയിൽ M എലമെൻറ്റ്സും ബിയിൽ N എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ A × Bയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? M × N എലമെൻറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ? സ്വാഭാവികം അല്ലേ? വളരെ സിമ്പിളാണ്. പക്ഷെ അതല്ല നമുക്ക് റിലേഷൻ, നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എയിൽ M എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഒരു റിസൾട്ടായിട്ടൊന്ന് നോട്ട് ചെയ്തിരിക്കുക. ഇപ്പോൾ പഠിപ്പിക്കേണ്ടതല്ല, അടുത്ത സെക്ഷനിൽ പഠിപ്പിക്കേണ്ടതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. A ഹാസ് M എലമെൻറ്റ്സ്, B ഹാസ് N എലമെൻറ്റ്സ്. ബിയിൽ N എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് റിലേഷൻ, മാക്സിമം നമ്പർ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ A to B. എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ട്? ഒരു റിസൾട്ടാണ് 2 raised to M into N
റിലേഷൻ ഉണ്ടാവും കേട്ടോ. എത്ര സബ്സെറ്റ് ഉണ്ടായാലും അങ്ങനെ തന്നെ പറയാം. 2m×n റിലേഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ 2mn സബ്സെറ്റ് അക്രോസ് ബിക്ക് 2mn സബ്സെറ്റുകൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ അല്ലേ? ഇത് നമ്മൾ റിലേഷൻ്റെ കേസാണ്. എത്ര റിലേഷൻ ഉണ്ടെന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത് എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ടെന്ന് കാണാൻ പറഞ്ഞ് എത്ര ചെയ്താൽ മതി? 2mn. 2mn മറക്കരുത്, 2m×n എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിന്ന് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരാം. കഴിഞ്ഞ വർഷം മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണേ. ഇപ്പോൾ കഴിഞ്ഞ, അതായത് 2024 കേട്ടോ, ഇപ്പോഴത്തെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റൻ അല്ല, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്യിപ്പിച്ചിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റൻ ആണേ. എഴുതാം. A = സെറ്റ് -1 1, B = സെറ്റ് 0 3 5 അല്ലേ? 0 3 കിട്ടുമോ? 0 2 3. ഓക്കെ. ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് A ക്രോസ് ബി കാണണം. സെക്കൻഡ് റൈറ്റ് നമ്പർ ഓഫ് റിലേഷൻ ഫ്രം A to B. എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ട്? നമ്പർ 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ബിക്ക് എത്ര സബ്സെറ്റുകൾ, എല്ലാ സബ്സെറ്റും എഴുതാനാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മനസ്സിലായോ? ഇതാണ് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാം, 2024 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ അത്. പക്ഷേ എങ്കിലും അതൊക്കെ ഒന്ന് ആൻസർ ചെയ്യാം. നമ്മൾ HSSC ലൈവിലേക്ക് എടുക്കുന്നുണ്ട്, അതൊക്കെ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ആൻസർ കീയോ അതിൽ തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ A ക്രോസ് ബി കാണാനാണ് നമ്മൾ. സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, തുടങ്ങിയാലോ? A ക്രോസ് ബി ഞാൻ പറഞ്ഞ പോലെ ആദ്യം A എഴുതണം, B എഴുതണം, പിന്നെ A ക്രോസ് ബിയുടെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ എഴുതി കൊടുക്കട്ടാ. -1 1 ക്രോസ് 0 2 3. ഇതിൽ നിന്ന് അതിലേക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. ഓക്കെ അല്ലേ? എടുത്തോളൂ. ഓരോന്ന് പേരെടുക്കാം. -1 × 0 അതൊരു പെയറാണ്. അടുത്തത് -1 × 2 -1, അടുത്തതോ -1, 3 -1 ആയിട്ട് പേരെടുത്തില്ല നോക്കുക. -1 0 -1 2 -1 3. ഓക്കെ അല്ലേ? ഇനിയോ 1 ആയിട്ട് പെയർ 1 0 1 2 1 3, അങ്ങനെ 6 എലമെൻറ്റ്സ് കേട്ടോ. ഇതാണ് A ക്രോസ് ബി. ശരിയല്ലേ? ഇനി എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? എല്ലാം 1 മാർക്കാണ്. നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അറിയാമല്ലോ. എല്ലാ ക്വസ്റ്റ്യനും സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്കിന് ഒരു 3 ക്വസ്റ്റ്യൻ ആയിരിക്കും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ജയിക്കാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങൾ വിചാരിക്കണം കേട്ടോ. ഓക്കെ, ജയിക്കാൻ മാത്രമല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യും വേണം കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് റിലേഷൻ ഫ്രം A to B. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ട്? 2 നമ്പർ ഓഫ് A × നമ്പർ ഓഫ് B. അപ്പോൾ എത്ര വരിക? 2 × 3 = 2 6. കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക. 2 6ൻ്റെ വാല്യൂ ഇത് 64 ആണ് കേട്ടോ. നോക്കടാ. അപ്പോൾ 2 6 എത്രയാണ്? 64. കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. 2 6 അല്ലെങ്കിൽ 2നെ 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2 5 32. ഓക്കെ, 2 6 64. ഓക്കെ അല്ലേ? ഇതാണ് നമ്പർ ഓഫ് റിലേഷൻ ഫ്രം A to B. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ബി. ബിയുടെ സബ്സെറ്റുകൾ എഴുതാൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതാണ്. ബി ആദ്യം എഴുതാം. എന്താണ് ബി എന്ന് പറഞ്ഞത്? 0 2 3. അതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? 2n സബ്സെറ്റുകൾ ഉണ്ടാവും അല്ലേ? 2n എന്ന് പറഞ്ഞാൽ 2 എത്ര എലമെൻ്റ് ഉണ്ട്? 3 പേര്. 2 3 8 സബ്സെറ്റുകളുണ്ട് കേട്ടോ. ഓക്കെ, അതിൽ ഒരെണ്ണം ഈ സെറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് നമ്മൾ പഠിച്ചു. എന്താണ് അത്? ഇപ്പോഴത്തെ മോഡൽ എക്സാമിന് ചോദിച്ചു തോന്നുന്നു. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് 2n നിന്ന് 1 കുറയ്ക്കുക. അതായത് 2 നിന്ന് 1 കുറച്ചാൽ 7 പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാകും. ഒരെണ്ണം ഈ സെറ്റ് തന്നെയാണ്. ഈ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ സബ്സെറ്റ്. അതായത് ഇതും കൂടി ചേരുമ്പോൾ ടോട്ടൽ സബ്സെറ്റ് കിട്ടും. അതിന് ഒഴിവാക്കി പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ 7 പ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാകും, 8 ടോട്ടൽ സബ്സെറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ സബ്സെറ്റുകൾ എഴുതാണ്. വേണമെങ്കിൽ പേര് എഴുതാം. B1 B2 എന്നൊക്കെ പേര് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഒന്നാമത്തെ സബ്സെറ്റ് നൾ സെറ്റാണ്. രണ്ടാമത്തെ സബ്സെറ്റ് ഓരോന്ന് വെച്ചിട്ട് എഴുതാം. സെറ്റ് 0. മൂന്നാമത്തത് സെറ്റ് 2. നാലാമത്തത്
സെറ്റ് 3. അപ്പോൾ സിംഗിൾ ഡാറ്റ വെച്ചിട്ട് എഴുതി. ഇനി രണ്ടെണ്ണം വെച്ചിട്ട് പെയറാക്കുക. അപ്പോൾ ഏതാ വരിക? B5 സെറ്റ് 02, B6 സെറ്റ് 03, B7 സെറ്റ് 23. അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടുള്ള പെയറിങ് കഴിഞ്ഞു. കണ്ടോ, രണ്ടെണ്ണം വെച്ചിട്ട് പെയറിങ് കഴിഞ്ഞു. അടുത്ത മൂന്നെണ്ണം വെച്ചിട്ട് പെയർ B8, അവസാനത്തെ 0, 2, 3. അങ്ങനെ ടോട്ടല് 8 സബ്സെറ്റ് കേട്ടോ. 4 എലമെൻ്റ് ഉണ്ടെങ്കിലോ, 4 എലമെൻ്റ് വരുമ്പോൾ 2⁴ വരും. 16 സബ്സെറ്റ് എഴുതണം കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? ആദ്യം നൾ സെറ്റ്, പിന്നെ ഒരെണ്ണം വെച്ചിട്ട് പെയറാക്കണം, പിന്നെ രണ്ടെണ്ണം വെച്ച് പെയറാക്കണം, പിന്നെ 3 വെച്ച് പെയറാക്കണം, പിന്നെ 4 വെച്ച് പെയറാക്കണം കേട്ടോ. അങ്ങനെയാണ് സബ്സെറ്റുകൾ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് സബ്സെറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 1 മാർക്കേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വലിയ ഹൈ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. സിമ്പിളായിട്ട് 1 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ if ordered pair x+1, y -2 equal to 3, 1. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓർഡേർഡ് പെയർ x+1, y -2 equal to 3, 1 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നാണ്. എക്സിൻ്റെ വൈയുടെ വാല്യൂ കാണാം. വളരെ എളുപ്പമാണ്. കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി. എന്താണ് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് തോന്നുന്നില്ലേ? ഇവിടെ x+1 പ്ലേസിൽ ആരാണ്? എത്ര വരുന്നത്? 3. അപ്പോൾ എക്സ് കാണാൻ ഈ +1 ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? -1 ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2. അത്രയേ ഉള്ളൂ, വലിയ സംഭവം ഒന്നല്ല കേട്ടോ. 1 മാർക്ക് തന്നെ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ഓക്കെ, ദെൻ അടുത്ത് നോക്കുക. y -2 = 1. y കാണാൻ എന്ത് ചെയ്യുന്നു? -2 അപ്പുറത്തേക്ക് അടിക്കുക. അപ്പോൾ എത്ര വരും? 1 + 2 = 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 ആണ്, വൈയുടെ വാല്യൂ 3 ആണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു. ഇതല്ല, ഒരു റേഷണൽ നമ്പറാണ് ചോദിച്ചത്. അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എഴുതാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ അടുത്തത് കഴിഞ്ഞ വർഷം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. എഴുതാം. 2024 ക്വസ്റ്റ്യനാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു അല്ലേ? ഓക്കെ, എന്തെങ്കിലും അതന്നെ കിടക്കട്ടെ, കുഴപ്പമില്ല. മാർച്ച് 2024 കേട്ടോ. എഴുതാം. ഇഫ് x/3 + 1, y -2/3 equal to -2/3, +2/3. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇതേപോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് എന്താ പറയുക, അവിടെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, ഒന്ന് ആലോചിക്കാനൊക്കെ ഉണ്ട്. എഴുതാം. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്തേ. x/3 + 1 സ്ഥാനത്താണ് -2/3 ഉള്ളത്. കണ്ടോ? അപ്പോൾ ഈ +1 ആദ്യം ചാടിക്കുക. ഉണ്ട്, മനസ്സിലായി? അപ്പോൾ എന്ത് വരും? x/3 = -2/3 -1. അത് കാൽക്കുലേറ്റർ അടിക്കണം. ഇത് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ x/3 = കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്തേ. -2/3 ഒരു ബ്രാക്കറ്റിലിടുക, -1 ടൈപ്പ് ചെയ്യുക. കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്ത് നോക്കുക. അത്രയും വന്ന് -2/3 -1. അല്ലെങ്കിൽ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണേ. -2 -3/3 -5/3 എന്ന് കിട്ടും. കിട്ടിയ കാൽക്കുലേറ്ററിൽ ചെയ്തേ. അതിന് AB കാൽക്കുലേറ്റർ പോയിൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ വരാം. കാൽക്കുലേറ്റർ നമുക്ക് പോയിൻ്റായിട്ട് കിട്ടും അല്ലേ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഉണ്ട് AB/C, അത് ഞെക്കിക്കഴിഞ്ഞാൽ അവിടെ കിട്ടും കേട്ടോ, -5/3. ചിലപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷനാണ് വരിക. അങ്ങനെ വരികയാണെങ്കിൽ ഷിഫ്റ്റ് ഞെക്കിയിട്ട് അതൊന്നുകൂടി ഞെക്കിയാൽ മതി കേട്ടോ. -1 2 3 എന്ന് കൊടുക്കും. ഇങ്ങനെ ഏരോ മറക്കണ്ട, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. -1 2 3 ഇങ്ങനെ വരികയാണെങ്കിൽ ഷിഫ്റ്റ് ഞെക്കിയിട്ട് അതൊന്നുകൂടി ഞെക്കിയാൽ മതി. -5/3 കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ -5/3 എന്ന് കിട്ടി. അല്ലാത്തവരും അങ്ങനെ ചെയ്ത് നോക്കുക. -5/3 രണ്ട് സൈഡിലും 3 കട്ട് ചെയ്തു, അല്ലെങ്കിൽ 3 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടിയത്തെ 3 അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. മനസ്സിലായോ? അപ്പോൾ x = എത്ര കിട്ടി? -5. എഴുതാം. ഇതേപോലെ വൈഡ് ടൈമിന് അങ്ങനെ എക്കേറ്റ് ചെയ്യാണ്. എത്ര വരിക? y -2/3 = 2/3. ഈ 2/3 അങ്ങോട്ട് ചാടിക്കാം. y = 2/3 ഓൾറെഡി ഉണ്ട്. -2/3 അങ്ങോട്ട് പോകുമ്പോൾ +2/3 ആവും.
അപ്പോൾ കാൽക്കുലേറ്ററിൽ 2/3 + 2/3 എന്ന് ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, ബൈ ആകുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കണമല്ലേ. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ തരാം, ബ്രാക്കറ്റ് ഇല്ലാതെ ഇങ്ങനെ ചെയ്യാം. കാൽക്കുലേറ്റർ എടുക്കുക, നോക്കണേ, കാൽക്കുലേറ്റർ എടുക്കുക. 2/3 ഇവിടെ ഈ ബൈ അടിച്ചാൽ മതി. 2/3 + 2/3 കണ്ടോ, മനസ്സിലാണ്, കാണുന്നില്ലേ? ഓക്കെ അല്ലേ? 2/3 + 2/3 എന്ന് അടിക്കുക. അപ്പോൾ 4/3 സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ എന്താണ്, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ നമ്മൾ ന്യൂമറേറ്റർ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ആൻസർ എത്രയാണ്? 4/3. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ? നിങ്ങൾ കൊടുക്കാനും കൂട്ടാനും അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. കാൽക്കുലേറ്റർ ഇത് ചെയ്യുക, കാരണം നമ്മൾ ബാക്കി എല്ലാം ചെയ്യും, വലിയ വലിയ പ്രോബ്ലംസൊക്കെ ചെയ്യും, അവസാനം 1+2 നമുക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ അവസ്ഥയാണ്, അതുകൊണ്ടാണ് കാൽക്കുലേറ്റർ എടുക്കാൻ പറയുന്നത്. ഓക്കെ, CBSEക്ക് കാൽക്കുലേറ്റർ അലൗഡ് അല്ല. ഇനി അടുത്ത വർഷം മുതൽ CBSEക്കും കാൽക്കുലേറ്റർ അലൗഡ് ചെയ്യാമെന്ന് പറയാനുണ്ട് തോന്നുന്നു. എല്ലാവരും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കാനായിട്ടാ. എഴുതാം, എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ എഴുതാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുക, ഈ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. മനസ്സിലായോ? ഇതേ മോഡൽ ചെയ്തോളണേ. ചിലപ്പോൾ ചോദിക്കും, 1 മാർക്കായതുകൊണ്ടേ 1 വേർഡ് അല്ലേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണേ. എഴുതാം, A = സെറ്റ് -1, 1 ഫൈൻഡ് A ക്രോസ് A 3. ഒന്ന് A ക്രോസ് Aയും കാണണം, A ക്രോസ് Aയും കാണണം. 3 പ്രോഡക്റ്റ്, ട്രിപ്പിൾ പ്രോഡക്റ്റ് കേട്ടോ. ഓക്കെ അല്ലേ? 3 പെയർ, ട്രിപ്ലെറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ A ക്രോസ് A ചെയ്തോ. A ക്രോസ് A ചെയ്യുമ്പോൾ A ഒരു പ്രാവശ്യം എഴുതുക, ക്രോസ് A ഒരു പ്രാവശ്യം എഴുതിക്കോ, 2 പ്രാവശ്യം എഴുതാം. അപ്പോൾ എത്ര വരിക? മനസ്സിലായോ? എത്ര വരിക? പെയർ ആയിക്കോ, -1, -1 കണ്ടോ, -1, -1, -1. അടുത്തതോ 1, -1, 1, ഇത്രയല്ലേ ഉള്ളൂ, കഴിഞ്ഞു കേട്ടോ. ഇതാണ് A ക്രോസ് A. ക്ലിയർ അല്ലേ? A ക്രോസ് A ഇതേപോലെ 2 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ തീരും കേട്ടോ. അടുത്തത് നോക്കാം, A ക്രോസ് A. അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ എഴുതാം, A ക്രോസ് A ആദ്യം എഴുതിയിട്ട് പിന്നെ ക്രോസ് A എഴുതാം, അല്ലെങ്കിൽ ആദ്യം A എഴുതിയിട്ട് പിന്നെ A ക്രോസ് എഴുതി, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ പെയറാക്കുകയാണ്. ആദ്യം A ക്രോസ് Aയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, -1, -1, -1, -1, 1, -1, 1, അത് ക്രോസ് -1, 1. ക്ലിയർ ആയോ? ഇതിപ്പോൾ ആദ്യം A ക്രോസ് എഴുതി കണ്ടോ, A ക്രോസ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഈ ആൻസർ നമ്മൾ ആദ്യം എഴുതി വെച്ചു, മനസ്സിലായോ? അതിനുശേഷം വീണ്ടും A കൂടെ ഒരു പ്രാവശ്യം എഴുതി. അപ്പോൾ ഇനി പെയറാക്കണം, നോക്കണം, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺഫ്യൂഷൻ ആവാതെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇനി നമ്മൾ പെയറാക്കണം എങ്ങനെയെന്നറിയോ? ഈ സാധനമല്ലേ, ഇത് ഇതിനായിട്ട് പെയറാക്കി, വീണ്ടും ഇത് തന്നെ ഇതിനായിട്ട് പെയറാക്കി, കണ്ടോ. അപ്പോൾ എങ്ങനെ എഴുതണം? -1, -1 പിന്നെ ഇയാളും. അപ്പോൾ എത്രയാണ്? -1, 3 കണ്ടോ. പിന്നെ ഇത് തന്നെയാണ് -1, -1 പിന്നെ രണ്ടാമത്തെ ആൾ 1. അപ്പോൾ ഫസ്റ്റത്തെ പെയർ ഇയാളുടെ യൂസ് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് വീണ്ടും തുടക്കുക, ഇത് ഇതിനായിട്ട് പെയറാക്കുക, ഇത് തന്നെ ഇതിനായിട്ട് പെയറാക്കുക, കണ്ടോ. അപ്പോൾ ഇതെന്താണ്? -1, 1, -1 പിന്നെ -1, 1, 1. അപ്പോൾ ഇത് രണ്ടാമത്തെ ആൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ആളെടുത്തു, ആരാണ്? 1, -1 അയാളെടുത്തു, -1, 1, -1, 1 കണ്ടോ. അപ്പോൾ ഇയാൾ വീണ്ടും ഇങ്ങോട്ട്, ഇയാൾ വീണ്ടും ഇങ്ങോട്ട്. ഇനി നാലാമത്തെ ആളെടുത്ത് 1, 1, -1, 1, 1, 1. ഇതാണ് A ക്രോസ് Aയുടെ ആൻസർ കേട്ടോ. ഓക്കെ, ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, ഇതിലൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യണേ. എഴുതാം, ഇത് എക്സാമിന് ചോദിച്ചാണ്, 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എഴുതാം. The Cartesian product A cross A has 9 elements. A cross Aയിൽ 9 elements ഉണ്ട്. A cross Aയിൽ 9 elements ഉണ്ടെങ്കിൽ Aയിൽ 3 ഉണ്ടാവും കേട്ടോ. ഓക്കെ, 2 elements are, അതിൽ 2 എലമെൻറ്റ് തന്നിട്ടുണ്ട്, -A, 0 ആൻഡ് 0, A. ഇതാണ് 2 എലമെൻറ്റ്. ഇത് 2 ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് A കാണണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ
റൈറ്റ് across എ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ഇത് 2023 ഇത് രണ്ടും കൂടി ചേർത്തിട്ട് 2 മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, 2 ക്വസ്റ്റ്യനും കൂടി 2 മാർക്ക് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കോമൺ സെൻസ് ആണ്. across എയിൽ 9 എലമെൻറ്റ്സ് ഉണ്ട്, മനസ്സിലായോ? across എയിൽ 9 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എയിൽ എത്ര എലമെൻ്റ് ഉണ്ടാവും? 3 × 3 അല്ലേ വരിക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 വരണ്ടേ? അപ്പോൾ എയിൽ എത്ര എലമെൻ്റ് ഉണ്ടാവും? എയിൽ 3 എലമെൻ്റ് ഉണ്ടാവണം, മനസ്സിലായല്ലോ? ആ 3 എലമെൻ്റ് ഏതൊക്കെയാന്ന് പറഞ്ഞേ, നോക്കി പറഞ്ഞേ. ഇത് നോക്കി പറഞ്ഞാൽ മതിയില്ലേ? ആരുണ്ട് അവിടെ? 0 ഉണ്ട്, -a ഉണ്ട്, +a ഉണ്ട്. അത് തന്നെയാണ് 3 എലമെൻ്റ് കേട്ടോ. -a, 0, a. കഴിഞ്ഞു, 1 മാർക്ക് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അതിലുള്ള എലമെൻ്റ് അല്ലേ ഇത്? ഇനി across എ കണ്ടോ? across എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും എഴുതാം. -a, 0, a ക്രോസ് -a, 0, a. ഒന്ന് തനിയെ ചെയ്തേ. across എ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഓക്കെ, ചെയ്തോ? അപ്പം എങ്ങനെ ചെയ്യാം? ആദ്യം -a ആയിട്ട് പെയറാക്കാം. -a, 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 0, -a. 3 എലമെൻ്റ് ആയില്ലേ? ഇത് 0 വെച്ചിട്ട് എഴുതാം. 0, -a, 0, 0, a. ഓക്കെ അല്ലേ? അടുത്ത് a വെച്ചിട്ട് എഴുതാം. a, -a, a, 0, a. അങ്ങനെ 9 എലമെൻറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നുള്ള സെക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഒരു സെക്ഷൻ കഴിഞ്ഞു. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കാണാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ ഓർഡേഡ് പെയർ എല്ലാം ചോദിച്ചതാണ്. 1 മാർക്കൊക്കെ ഉള്ളൂ, എങ്കിലും അത് പഠിക്കുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സെക്ഷനിൽ റിലേഷൻ എന്നുള്ള ടോപ്പിക് പഠിക്കാം. റിലേഷനിൽ വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഒരു സബ്സെറ്റാണ്. അതിൽ റിലേഷൻ തന്നിട്ട് എക്സ് അതിൻ്റെ ഡൊമൈനും റേഞ്ചും കാണാനൊക്കെ ചോദിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ഫംഗ്ഷൻ. അങ്ങനെ 3 ക്ലാസ്സിലാണ് ഈ ചാപ്റ്റർ ഉണ്ടാവുക. ചെറിയ ചെറിയ വീഡിയോസ് ആക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു, ബൈ.